ലയണൽ മെസ്സിയെ അർജൻറ്റീനയുടെ നായകൻ, ഫുട്ബോൾ നായകൻ, അത് നമ്മുടെ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കൂടുതൽ നോർത്തേൺ കേരള, അവരെ സംബന്ധിച്ചിടത്തോളം ലയണൽ മെസ്സി എന്ന് പറയുന്നത് അവർക്കൊരു വലിയ വികാരമാണ്. അർജൻറ്റീന ടീം തന്നെ അവർക്കൊരു വികാരമാണ്. ഇവിടെ ലോകകപ്പ് ഫുട്ബോൾ നടക്കുമ്പോൾ എവിടെയായാലും ഇവിടൊന്നും അല്ല, ഇവിടുന്ന് ഒരു ദിനം കാണാൻ പോകും പോലും പറ്റത്തില്ല, ആ രീതിയിലാണ്. കാരണം അത്രത്തോളം വലിയ ടിക്കറ്റ് തിരക്കും ഒക്കെ ഉണ്ട്. അതങ്ങനെ ഇപ്പം കഴിഞ്ഞത് ഖത്തർ വെച്ചായിരുന്നു. ഇത് ഇങ്ങനെയുള്ള ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ വരുമ്പോൾ ഇവിടെ മലപ്പുറത്തൊക്കെ അങ്ങ് വലിയ ആഘോഷമാണ്. അവിടോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആഘോഷം എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങ് മത്സരം നടക്കുകയാണ് അവിടെ. കാരണം അർജൻറ്റീന ഗ്രൂപ്പുണ്ട്, ബ്രസീലിൻ്റെ ഗ്രൂപ്പുണ്ട്. ഇവർ രണ്ടുപേരും ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിനെ തന്നെ പ്രതിനിധീകരിക്കുന്നവരാണല്ലോ. ഈ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് എന്ന് പറയുന്ന ഈ സൗത്ത് അമേരിക്കയിലൊന്നും ഇവിടെ ഒന്നും ആരും പോയിട്ടില്ല ഇവരൊന്നും. പക്ഷേ ആ ഓരോ ഫുട്ബോൾ കളിക്കാരും ഇവരുടെ വലിയ വികാരമാണ്. അതിൽ പ്രത്യേകിച്ച് ഫുട്ബോളിൻ്റെ മിശിക എന്നറിയപ്പെടുന്ന ലയണൽ മെസ്സി ഒരു വലിയ വികാരമാണ്. ഈ ലയണൽ മെസ്സി എന്ന് പറയുന്ന ഫുട്ബോൾ കളിക്കാരനെയും അർജൻറ്റീന ടീമിനെയും കേരളത്തിൽ കൊണ്ടുവരും, ഇവിടെ സൗഹൃദ മത്സരങ്ങൾ അവിടെ നടത്തും എന്നൊരു വലിയ പ്രഖ്യാപനം അങ്ങ് നടത്തി. ആരാണെന്നറിയോ? ഈ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അബ്ദുൽ റഹ്മാൻ എന്ന് പറയുന്ന മന്ത്രി. എന്നിട്ട് ഇവരെ ക്ഷണിക്കാനായിട്ട് ഈ മന്ത്രി രണ്ടുപേരോടൊപ്പം നേരെ അങ്ങ് സ്പെയിനിലേക്ക് പോയി. അപ്പോൾ സ്പാനിഷ് ലീഗിൽ ഇവരൊക്കെ കളിക്കുന്നുണ്ട്, അതാണ് കാര്യം. സ്പെയിനിലേക്ക് പോയി. അവിടെ ചെന്ന് ഇവരെ നിർബന്ധിച്ച് വിളിച്ചു, അവർ വരാൻ സമ്മതിച്ചു. എന്നിട്ട് ഇവിടെ വന്നങ്ങോട്ട് പ്രഖ്യാപനം നടത്തി. അതായത് ഒക്ടോബറിലോ നവംബറിലോ ലയണൽ മെസ്സി ഇവിടെ വരും. ഇവിടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഈ ഫുട്ബോൾ ഭ്രാന്തന്മാർ. കുറ്റമല്ല, കാരണം അവർക്ക് അത്രയും ഇഷ്ടമാണ് ഈ മെസ്സിയുടെ കളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അതൊരു വലിയ വികാരം തന്നെയാണ്. കാരണം ഈ അർജൻറ്റീനയുടെ കളി ഉണ്ടെങ്കിൽ ഞാനത് നിർബന്ധമായിട്ട് കാണും. വേൾഡ് കപ്പേ കാണുകയുള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ ഈ ക്ലബ്ബ് ഫുട്ബോളോ അങ്ങനെയുള്ള ലീഗോ അങ്ങനെയുള്ള മാച്ചുകളൊന്നും ഞാൻ കാണത്തില്ല. വേൾഡ് കപ്പ് ഉണ്ടെങ്കിൽ എത്ര മെനക്കെട്ടാലും ഞാനതിരുന്ന് കാണാറുണ്ട്. അത് കഴിഞ്ഞ് പണ്ട് മുതൽ, അതായത് ടി വിയിൽ ഇത് സംപ്രേഷണം നമുക്കിവിടെ കേരളത്തിൽ കിട്ടിത്തുടങ്ങിയത് മുതൽ, അതെനിക്ക് തോന്നുന്നത് അത് 1983-84 നമുക്ക് ഇത് കാണാൻ ഇവിടെ പറ്റിയത്. ആ കളി അന്ന് മുതലുള്ള കളികളെല്ലാം ഞാൻ കാണാറുണ്ട്. അർജൻറ്റീനയുടെ എല്ലാ കളിയും, ബ്രസീലിൻ്റെയും കളി മുഴുവൻ കാണും. അതുപോലെ തന്നെ കാമറൂൺ എന്ന് പറയുന്ന ഒരു ടീം, അതിലെ റോജർ മില്ല എന്ന് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു താരമായിരുന്നു. പ്രായമായപ്പോൾ പോലും ഗോളടിക്കുന്ന ഒരു വലിയ അറ്റാക്ക് നടത്തുന്ന ഒരു താരമാണ്, ഫോർവേഡ്. അത് ഞാൻ കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് എനിക്കും ഇഷ്ടപ്പെട്ട ആളുകളുണ്ട്. പക്ഷേ എനിക്കൊന്നും ഇവരെ നേരിട്ട് കാണണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഇവിടുത്തെ ഫുട്ബോൾ ഭ്രാന്തന്മാരെന്ന് പറയുന്നവർക്ക് ഇതൊരു വലിയ വികാരമാണ്, അവർക്ക് കാണണം. അങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അവർ. കാരണം ഒക്ടോബർ ആവാൻ കാത്തിരിക്കുക എങ്ങനെയെങ്കിലും ഇവർ. അന്നേരമാണ് ഈ പതുക്കെ അവരുടെ കലണ്ടർ വെളിയിൽ വന്നത്. അതായത് അർജൻറ്റീൻ ടീമിൻ്റെ അവരുടെ കലണ്ടർ വെളിയിൽ വന്നപ്പോൾ അവരിവിടെങ്ങും വരുന്നില്ല, ഇന്ത്യയിലേക്ക് വരുന്നതേ ഇല്ല അവർ. കേരളത്തിലോട്ട് എന്തായാലും വരുന്നതുമില്ല. അപ്പോൾ ഇതിന് അതിൻ്റെ സമയത്ത് ഇവർ അടയ്ക്കാനുള്ള പണം അടച്ചില്ല, ഈ വിളിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞ കക്ഷി. അപ്പോൾ ഒരാളൊരു സ്പോൺസർ അങ്ങ് ഏറ്റു. പക്ഷേ അതിൻ്റെ സമയത്ത് പണമൊന്നും അടച്ചില്ല. ഇപ്പോൾ ഞങ്ങൾ അടയ്ക്കും, ഇപ്പോൾ കൊണ്ടുവരും എന്നും പറഞ്ഞ് അവർ വീണ്ടും വീമ്പിളക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അത് പുറത്തു വന്നു, ലയണൽ മെസ്സി വരുന്നില്ല. ലയണൽ മെസ്സി വരുന്നില്ലെന്നല്ല, മെസ്സി മാത്രമല്ല, അർജൻറ്റീനൻ ടീമും ഇന്ത്യയിലേക്ക് വരുന്നില്ല, കേരളത്തിലേക്ക് വരുന്നില്ല. അവർ ഇതിന് മത്സരം കാണാനിരുന്ന ഈ പാവങ്ങളുണ്ടല്ലോ, ഈ സ്പോർട്സ് പ്രേമികൾ, അവരെ എല്ലാം നിരാശയിലാഴ്ത്തുന്ന ഒരു കാര്യമാണ് ഈ വീമ്പ് പറഞ്ഞത്. ഇപ്പം കൊണ്ടുവരും കേട്ടോ, ഈ ലയണൽ മെസ്സി ഇപ്പം കൊണ്ടുവരും. അതിലെ പണ്ടിലെ പച്ചാളം വാസു എന്ന് പറയുന്ന ആളെ കൊണ്ടുവന്നില്ലയോ, മോഹൻലാൽ വരും എന്നൊക്കെ പറഞ്ഞ് മമ്മൂട്ടിയുടെ ഒരു സിനിമയ്ക്കകത്ത് പറയുന്നില്ലയോ, ഞാൻ വരും മോഹൻലാൽ കളിപ്പിച്ചാശാനെ എന്ന് പറഞ്ഞതുപോലെ, പറഞ്ഞു കളിപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ലയണൽ മെസ്സി പറഞ്ഞു കളിപ്പിച്ചെന്ന് അങ്ങനെ പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് 5 പൈസ നഷ്ടം വന്നിട്ടില്ല എന്ന് ഈ അബ്ദുൾ റഹ്മാൻ അന്തസ്സായിട്ട് ഞെളിഞ്ഞ് നിന്ന് അങ്ങോട്ട് പറഞ്ഞു. അവസാനം വിവരാവകാശ രേഖ വന്നു, ഇയാളൊക്കെ കൂടെ എങ്ങനെയായി സ്പെയിനിൽ പോയെന്ന്.
സംഭവം തോന്നുന്നു ആ രേഖ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് 13 ലക്ഷം രൂപ കൊണ്ട് തുലച്ചിട്ട് വന്നേക്കാണ്. ഇവിടെ അഷ്ടിക്ക് വകയില്ലാതിരിക്കുന്ന സംസ്ഥാനം, ഇവിടെ വറ്റി വരണ്ടിരിക്കുന്ന ഖജനാവ്, ഇവിടെ ക്ഷേമ പദ്ധതികൾക്ക് ഒന്നും പണമില്ല. അങ്ങനെയുള്ളപ്പോഴാണ് ഇയാളും 2 പേരും കൂടെ എടുത്ത് 13 ലക്ഷം രൂപ കൊണ്ട് നശിപ്പിച്ചിട്ട് വന്നേക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ഇന്ന് മാധ്യമങ്ങൾ ഈ മന്ത്രിയുടെ പ്രതികരണത്തിന് വിളിച്ചു. മന്ത്രി കിട്ടത്തില്ല, പ്രതികരണമില്ല, ഒന്നുമില്ല, ഒരു പ്രതികരണവുമില്ല. കാരണം ഇത് പറഞ്ഞതാണ്, 5 പൈസ ഖജനാവിൽ നിന്ന് ഒന്നും, ഒരു പൈസ പോലും നമുക്ക് നഷ്ടം വന്നിട്ടില്ല എന്ന്. ശരിയാണ്, ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് നഷ്ടമല്ലല്ലോ. കാരണം അയാളുടെ പോക്കറ്റിൽ നിന്ന് പോയ പൈസ അല്ലല്ലോ, ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും നികുതി പണമല്ലേ ഇതൊക്കെ. അപ്പം ഇത് പോയപ്പോൾ അതിലൊന്നും അവർക്ക് നഷ്ടമായിട്ട് തോന്നത്തേയില്ലത്, കുറ്റമല്ല, ഇതൊക്കെ അവർക്ക് അവകാശപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് കാഴ്ചപ്പാട്. ഇങ്ങനെ നമ്മളെ നശിപ്പിക്കരുത്. പ്രത്യേകിച്ചും ഈ ഫുട്ബോൾ പ്രേമികളെ ഉണ്ടല്ലോ, ഒന്നടങ്കം ദുഃഖത്തിലെ ആഴ്ത്തുന്ന ഒരു പ്രവൃത്തിയായിപ്പോയി മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഈ ഉത്തരവാദിത്തം ഇല്ലായ്മ ഈ രീതിയിൽ വിളിച്ച് പുലമ്പരുത് ഒരിക്കലും. കാരണം അവിടെ വരുന്നു, മെസ്സി വരുന്നു, അർജൻറ്റീന വരുന്നു, ഇവിടെ ഫുട്ബോൾ സൗഹൃദ മത്സരം ഇവിടെ കളിക്കുന്നു. ഇത് കാണാൻ ഇവിടെ ആയിരങ്ങൾ, ലക്ഷങ്ങളാണ് ഇവിടെ കാത്തിരുന്നത് കേട്ടോ. അവരെ നിരാശയിലാക്കി. മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, നമ്മുടെ പണം, നമ്മുടെ ഖജനാവിലെ പണം 13 ലക്ഷം രൂപ കൊണ്ട് തുലച്ചിട്ട് വന്നേക്കുന്നു. എന്തിന്? ചിന്തിക്കണം.